ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് എൻ്റെ കുറച്ച് ചെടികളിലൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഒരു മുരിങ്ങയാണ്. ഒരു ചെടിയല്ല, കണ്ടോ. അതിനകത്ത് ഞാൻ എൻ്റെ കയ്യോന്നിയാണ് നട്ടേക്കുന്നത്. നോക്കിയേ, കയ്യോന്നി എന്ന് പറയുന്നത് നമ്മളിവിടെ വേറെ പേരുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ കുഞ്ഞു റോസ ഉണ്ടോ. പിന്നെ എൻ്റെ ഗ്രൗണ്ട് ഓർച്ചിഡാണ് കണ്ടോ. ഓർച്ചിഡ് കണ്ടോ, നല്ലതല്ലേ. പിന്നെ നമ്മുടെ തെറ്റിപ്പൂവേ കിട്ടിയാണ് ഇവിടെ. പിന്നെ മുല്ലയും ഒക്കെ നിൽപ്പുണ്ട്, അവർ പൂത്തിട്ടില്ല. പിന്നെ നമുക്ക് എൻ്റെ വഴുതനയാണ് കണ്ടോ. അതിൽ ഒരു കായുണ്ട് ഇപ്പം, നമുക്ക് പറിക്കാൻ പരുവമായതാണ്. എനിക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കണ്ടോ, നല്ല ഉണ്ട വഴുതനങ്ങ ഒരെണ്ണമുണ്ട്. പിന്നെ നമുക്കിതിന് പൂവൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് കായ ഉണ്ടാകാനായിട്ട് പൂക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചേമ്പ് നട്ടേക്കുവാണ്. ഇത് നമ്മുടെ ചീനിപ്പടലിൻ്റെ ഇതാണ്. ഇത് വേറൊരു വഴുതനയുടെ മൂടാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ രാമച്ച തുളസിയായത് കണ്ടോ. നിങ്ങൾക്കറിയാമോ, രാമച്ച തുളസി ഭയങ്കര മണമായതിൻ്റെ ഇലയ്ക്ക് കേട്ടോ, വഴക്കും പൂവിനുമൊക്കെ. ഇതാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ നമ്മൾ മുറ്റം ചൂലെടുത്ത് നമ്മൾ അടിച്ച് വാരുമ്പോൾ ഭയങ്കര മണമാണ്. എൻ്റെ കറിവേപ്പ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെട്ടിയൊക്കെ വിടും. അവിടെ ഇങ്ങനെ പൊട്ടിക്കിളത്തി ഇങ്ങനെ വരുന്നു. കറിവേപ്പാണ് ഗ്രോ ബാഗിലാതെ നിൽക്കുന്നത്. പിന്നെ പനിക്കൂർക്ക, മഞ്ഞൾ, അങ്ങനെയുള്ള ചെറിയ ചെടികൾ. ഇത് എൻ്റെ തക്കാളിയാണ്. അത് പോകാറായതാണ്, എന്നാലും ഇതേ കുഞ്ഞൊരു കാ വന്ന് കണ്ടോ. വേറെ തക്കാളിയുടെ മൂടുണ്ട്. വീണ്ടും നമ്മളൊരു വഴുതനയെ കാണുവാണ്. ആ വഴുതനയ്ക്ക് നിറച്ചും കണ്ടോ മുട്ടിട്ടിട്ടുണ്ട്. നോക്ക് കണ്ടോ, നിറച്ച് കായ ഉണ്ടാകുന്നുണ്ട്. ഒരു നിറച്ചുകൊണ്ട്. പിന്നെ കാണുന്നത് കണ്ടോ, നമ്മുടെ ഈ ചെടിയാണ്. ഇവിടെയുണ്ട് ചെടികൾ, നോക്കി മതിലുണ്ട്. നിറച്ച് നല്ല വെള്ളം കുഞ്ഞു 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 അരിപൊരിയുന്ന പോലെ പൂക്കളാണിതിന്. പിന്നെ എൻ്റെ കുറ്റിക്കുരുമുളകാണ് പിന്നെ നിൽക്കുന്നത്. ഒരു പൂപ്പ് കായ്കരി കഴിഞ്ഞു, അടുത്ത തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതെൻ്റെ ഒരു ഇലച്ചെടിയാണ് കേട്ടോ. നമുക്ക് ഇതാണ് ലിപ്റ്റിക് പ്ലാന്റ് എന്ന് പറയും ഇവിടെ. എനിക്ക് ഇതിൻ്റെ അല്ലാത്ത പേരറിയത്തില്ല. എൻ്റെ ബോൾസമാണ് കണ്ടോ. റോസാപ്പൂ പോലെ, പനീർ റോസയുടെ പോലെ തട്ടുള്ള ബോൾസം. ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്, പക്ഷേ ഇതെൻ്റെ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും കറിവേപ്പിനെ കാണാനാണ് കണ്ടോ. ഇതെല്ലാം പൊട്ടിക്കിളുത്ത് വരുവാണ് കണ്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇതൊന്നും കാട് പിടിച്ചിരിക്കുമല്ലേ. ഇതെൻ്റെ പൊന്നാങ്കണ്ണി ചീരയാണ്. എനിക്ക് കണ്ടോ, പൊന്നാങ്കണ്ണി ചീര. പിന്നെ ഇവിടെയുണ്ട് പൊന്നാങ്കണ്ണി ചീര. ഇവിടെ ഉണ്ട് ഒരു തട്ട് ബോൾസം കണ്ടോ, സൂപ്പറല്ലേ. പിന്നെ ഇതേ ഒരു പൂവേ ഇവിടെ ചെടി ചുമ്മാതെ ഇവിടെ ഈ മതിലേലിരുന്നത് പടന്ന് താഴെ ആ മതിലിൻ്റെ അടിവഴി പിടിച്ചുകൊണ്ട് വരുവാണ്. ഇവിടെ വരുമ്പോൾ എൻ്റെ 2 ബോഗൺവില്ലയുണ്ട്. പിന്നെ റോസാണ്. പിന്നുള്ളത് ജറബറയുടെ അതിൻ്റെ പൂ പോകാറായി കണ്ടോ, അത് പോകാറായി. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എനിക്കെൻ്റെ ബട്ടർഫ്ലൈ ചെടി ഇരിക്കുന്നു. 10 മണിയുണ്ട്. അങ്ങ് കുറേ അപ്പുറത്തായിട്ട് നമ്മുടെ ബാമ്പൂ ചെടി നിൽക്കുന്നുണ്ട്. കറ്റാർ വാഴ നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പെറ്റൂണിയ ഒരു തണ്ട് ഞാൻ മാറ്റി നട്ടതാണ്, അതുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ ചെടി കാഴ്ച ഇത്രയുമായിട്ട് നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇത് ലില്ലി ചെടിയെ പൂ വരുന്നുണ്ട്. അതൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിടണമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വലിയ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.